നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമസ്കാരം. നമ്മുടെ ചാനലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ ഒരു പണിയില്ലെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ സന്തോഷിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, അണ്ണാൻകുഞ്ഞും തന്നാലായത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഒരുപാട് പേർക്ക് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ദേവികയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇതും പറയുന്നത്. ഇപ്പോൾ ജന്മനാ കയ്യും കാലുമില്ലാത്ത സന്ധ്യ, കോവളത്തിനടുത്ത് വാഴമുട്ടത്തുള്ള സന്ധ്യ, +1 എന്തോ പഠിക്കുന്നത്, അവളെനിക്ക് യൂസഫ് അലി ബായിയുടെ, നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ ഒരു പടം അവളുടെ ഇല്ലാത്ത കൈ വെച്ച് വരച്ച് എനിക്ക് അയച്ചു തന്നു. ഇതൊന്ന് അദ്ദേഹത്തിനെ ഏൽപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ നേരിട്ട് കണ്ട് കൊടുത്താൽ മതി, ഞാൻ ഏർപ്പാട് ചെയ്യാം എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയുടെ കഥകൾ ഒരുപാട് കേട്ടപ്പോഴാണ്, അച്ഛൻ നല്ല കീററാണ്, അമ്മയ്ക്ക് സ്ഥിര വരുമാനമല്ലാത്ത എന്തോ ജോലിയുണ്ട്, സന്ധ്യയ്ക്കൊരു അനിയത്തിയുണ്ട്, താമസിക്കുന്ന വീട് സന്ധ്യയുടെ അമ്മയുടെ അമ്മ അവർക്ക് എഴുതി കൊടുക്കും. പക്ഷേ പ്രശ്നം, സന്ധ്യയുടെ അമ്മയുടെ അനുജത്തിയുടെ വിവാഹത്തിന് ഏതൊരു ബാങ്കിൽ നിന്ന് എടുത്ത കുറേ കാശടയ്ക്കാനുണ്ട്, ലക്ഷങ്ങൾ. ഈ കടം നിങ്ങൾ തീർത്താൽ ഈ വീട് നിങ്ങൾക്ക് എഴുതിത്തരാം. സന്ധ്യയുടെ അമ്മ സമ്മതിച്ചു. പക്ഷേ ഈ ഭർത്താവ് ശരിയല്ലെങ്കിൽ വീടിൻ്റെ താളം തെറ്റില്ലേ. അയൽവക്കക്കാരൊക്കെ അയാളുടെ വഴക്കൂടുന്നോണം കാണാൻ, എടാ ആ സന്ധ്യ മോളെ വിചാരിച്ചെങ്കിലും നീ മര്യാദയ്ക്ക് നടക്കാത്ത എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾക്ക് ബോധമില്ല, അതാണ് പ്രശ്നം. പക്ഷേ സന്ധ്യ എന്നോട് ഈ സഹായം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ചാനലിലൂടെ പറയുകയും, സന്ധ്യയുടെ ഒരു സന്തോഷം കാണണം. ഓരോ ദിവസവും ഞാൻ വിളിക്കുമ്പോൾ സന്ധ്യ പറയും, സാർ ഇന്ന് എല്ലാം കൂടി 30,000 രൂപയായി സാർ, സാർ ഇന്ന് 60,000 രൂപയായി സാർ, സാർ 1,00,000 എത്താറായി സാർ. ഇങ്ങനെ അവർ പറയുന്ന, ആ കുട്ടി പറയുന്ന സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും ജപ്തിയുടെ വക്കിൽ നിന്ന് സന്ധ്യ രക്ഷപ്പെട്ടു, കുറേ കാശടച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ, ബാങ്കിൽ ചെന്ന് പറയുക, നിങ്ങളിങ്ങനെയുള്ള ഒരാളാണ്, നിങ്ങൾ താമസിക്കുന്ന വീടാണ്, നിങ്ങളെ ഇറക്കി വിട്ടാൽ കൈയും കാലും ഇല്ലാത്ത ഞാൻ എങ്ങോട്ട് പോകുമെന്നൊക്കെ ബാങ്കിൽ പോയി ചോദിക്കാനൊക്കെ ഞാൻ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ബാങ്ക് കൺസെഷൻ ചെയ്യേണ്ടതാണ്. അവർ കോടിക്കണക്കിന് രൂപ കിടക്കുന്നതല്ലേ എന്നേ, കൊള്ള പലിശ വാങ്ങിച്ച് കൂട്ടണത്. എന്തെങ്കിലും ഇതുപോലുള്ളവർക്കല്ലേ സഹായം ചെയ്യാനുള്ളത്. അപ്പോൾ പലിശയെങ്കിലും കട്ട് ചെയ്ത് കൊടുത്ത് ആ കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ കണ്ണൂരുള്ളൊരു പെൺകുട്ടി പ്രേമിച്ച് കല്യാണം കഴിച്ച് തിരുവനന്തപുരത്ത് നിന്ന് താമസിച്ച ഹതഭാഗ്യയായ ഒരു പെൺകുട്ടി, മോളുമായിട്ട്, 2-3 വയസ്സുള്ളൊരു മോളുമായിട്ട്. എനിക്ക് ആ ചെറുപ്പക്കാരനെ കണ്ടത് ഇപ്പോഴും മറക്കില്ല. ഒരു സീരിയലിലൊക്കെ നായകനാക്കാൻ പറ്റിയ അത്രയും മുഖമുള്ള നല്ലൊരു പയ്യൻ. ഇവിടെ വന്ന ശേഷം അവൾക്ക് ക്യാൻസറായി. ആ ക്യാൻസർ വളരെ കുറച്ച് പേർക്ക് മാത്രം വരുന്നതാണ്. അപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ലാക്ഷോറിൽ ഒരു 40 ലക്ഷം രൂപ മുടക്കാമെങ്കിൽ രക്ഷപ്പെടും സാറെന്നാണ് വിഷ്ണു എന്നോട് പറഞ്ഞത്. രക്ഷപ്പെടില്ല എന്ന് ഞാൻ ഇങ്ങനെ ആ ഭർത്താവിനോട് പറയും. കഴിയാവുന്ന സഹായങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിലൂടെ പറഞ്ഞയക്ക്. ഞാൻ ആദ്യമായിട്ട് അയക്ക് പൈസ കൊടുക്കാൻ പോയപ്പോൾ ചെക്ക് കൊണ്ട് പോയപ്പോൾ ആ ചെക്ക് വാങ്ങുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് തന്നെ നോക്കായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, സാർ എൻ്റെ ഭാര്യ പോയി സാർ, കണ്ണൂരിൽ നിന്ന് ആൾക്കാർ വരും, വന്നിട്ട് ഞങ്ങൾ മോളും ഞാനും എല്ലാം കൂടി അങ്ങ് പോകും സാർ, ഇനി തിരുവനന്തപുരത്തില്ല എന്ന് പറഞ്ഞ ആൾ പോയി. മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ട മലയാളത്തിലെ ഒരു കാലത്തെ പ്രശസ്തയായ നായിക മദ്രാസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ കഷ്ടം തോന്നി. എന്തായി അത്? ഞാൻ പറഞ്ഞു, അയ്യോ ആ പെൺകുട്ടി മരിച്ചു അല്ലേ. കുമ്പളങ്ങി ബീന ചേച്ചി എന്തായി? ഞാൻ ഒരു പടത്തിലും കൂടെ അഭിനയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാൽ അവരിങ്ങനെ അവശതയിലാണ്. ഞാൻ ഇവർക്ക് 2 പേർക്കും ചേർത്തേ. എനിക്ക് തോന്നുന്നു ബീന ചേച്ചിക്ക് 10,000 കണ്ണൂരുള്ള കുട്ടിക്ക് 15,000 അങ്ങനെ എന്തോ, അല്ലെങ്കിൽ തിരിച്ചാണ്, എങ്ങനെയോ ഞാൻ തന്നാൽ കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് മാത്രമല്ല, ഞാൻ 2 പേരുടെയും നമ്പർ തരാം, അല്ലെങ്കിൽ അവർ 2 പേരെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം പറഞ്ഞു. ഞാൻ ഇവരെ 2 പേരും വിളിച്ചു. ഇങ്ങനെ ഒരു നായിക അറിയാമോ? ഓ പിന്നെന്ത്. ആ നായിക പറയുന്നു, വിഷ്ണു എന്നാണ് അപ്പം എൻ്റെ പേര്, കുറച്ച് കാശ് തരാമെന്ന് പറയുന്നു, മോക്ക് ഫ്രോക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ. വിഷ്ണു വാങ്ങുമോ എന്നിട്ട്? പിന്നെന്ത് സാർ. ഞാൻ പറഞ്ഞു, ഇതാണ് ഈ നടിയുടെ നമ്പർ, നിങ്ങളൊന്ന് വിളിച്ചേക്കണേ, ആ പൈസ ഞാൻ അയച്ചു കഴിയുമ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് വിളിക്കണേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുമ്പളങ്ങി ബീന ചേച്ചിയോടും ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എൻ്റെ നാട്ടുകാരനായ സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ ചികിത്സയ്ക്ക് ഒരുപാട് മരുന്നിന് പൈസ വേണം. ഇതുപോലെ തന്നെ നമ്മൾ പറയുകയും, സുരേഷിൻ്റെ ഭാര്യ, അവരൊരു ആദ്യ വിവാഹത്തിലൊരു മോളായ ശേഷം ഭർത്താവ് മൊഴി ചൊല്ലിയ ശേഷം
RSSകാരനായ സുരേഷ് കല്യാണം കഴിച്ചതാണ്. അതിൽ 2 പെൺമക്കളും കൂടിയായി. അങ്ങനെ അവർ 5 പേരുള്ളൊരു ലോകമാണ്. അപ്പോൾ സുരേഷിൻ്റെ ഭാര്യ എന്നെ വിളിക്കുക. എന്നെ ഒന്നാമത് അവൾ വിളിക്കുന്നത് സ്വന്തം അനിയത്തിന്ന് തോന്നുന്നു. അണ്ണാന്ന് വിളിക്കുന്ന കേട്ടല്ലേ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ സുരേഷിന് കുറേ കാലത്തേക്ക് മരുന്ന് വാങ്ങാൻ അണ്ണൻ വിചാരിച്ചതുകൊണ്ട് നടന്നു അണ്ണാന്ന് പറയുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ടായി. അതുപോലെ നേഴ്സിങ്ങിന് പഠിക്കുന്ന ചങ്ങനാശ്ശേരിക്കാരിയായ ഒരു കുട്ടിക്ക് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകും. പരീക്ഷാ ഫീസിൻ്റെ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ പൈസ അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. നമുക്കതും സാധിച്ചു കൊടുക്കാൻ പറ്റി. കഴിയുന്ന സഹായം നൽകാൻ പറഞ്ഞാൽ കഴിയുന്നതിനപ്പുറം ചെയ്യുന്നവരുണ്ട്. ഈ പറഞ്ഞ സുരേഷിൻ്റെ ഭാര്യയോട് തൃശ്ശൂരിൽ നിന്നൊരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ തൃശ്ശൂരിലേക്ക് ജീവിതം പറിച്ചു നടാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10 സെൻറ്റ് വീട് വയ്ക്കാൻ 10 സെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ പരിചയമില്ലാത്ത തൃശ്ശൂർ വന്ന് എങ്ങനെ താമസിക്കും. അവസാനം അവരെന്നെയും വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ ചേച്ചി, ആ വസ്തു വിറ്റ് ആർക്കെങ്കിലും വേറൊരാളിന് 10 സെൻറ്റ് കൊടുത്തിട്ട് ആ പൈസ അവർക്ക് അയച്ചു കൊടുക്കും. അവരെന്തോ വലിയ തുക അവരെ സഹായിച്ചു. ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത തുകകൾ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാം എനിക്ക് പരിചയമില്ലാത്ത ദൈവം അവരെയൊക്കെ എന്താ പറയുക അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയും. കാരണം നമുക്കൊന്നും ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയുന്നില്ല. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ, ഇൻസുലിൻ വാങ്ങാൻ കഴിയാത്ത, അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായ ഭാര്യയെ ചികിത്സിക്കാൻ കാശില്ലാതെ, ബാങ്കുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞപ്പം കയ്യും കാലും ഇല്ലാത്ത സന്ധ്യ ഞാനിനി എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചതുപോലെ, നേഴ്സിങ്ങിന് പരീക്ഷ എഴുതണമെങ്കിൽ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ പൈസ അടയ്ക്കണം, ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ സഹായിക്കണം. അങ്ങനെ സഹായിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. അതും ഒരു അനാഥ കഥയാണ് പറയുന്നത്. 9ാമത്തെ വയസ്സിൽ അഗ്നിപഥം എന്ന് പറഞ്ഞൊരു നാടകത്തിൽ ബാലതാരമായിട്ട് അഭിനയിച്ചു 9 വയസ്സുള്ളപ്പോൾ. പിന്നാലെ നാടകരംഗത്ത് ഒരു കാലത്ത് തിരുവനന്തപുരത്തെ പ്രൊഫഷണൽ നാടകരംഗത്ത് ഭയങ്കരമായിട്ട് വിലസിയ ഗ്ലാഡിസ് എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. വലിയ ഉണ്ട കണ്ണൊക്കെയുള്ള ഗ്ലാഡിസ് ചേച്ചി. എനിക്ക് നല്ല പരിചയമുള്ള ആളായിരുന്നു. അവർ ശുപാർശ ചെയ്തതിൻ്റെ പേരിൽ കലാനിലയത്തിൻ്റെ ദശാവതാരം എന്ന് പറഞ്ഞ നാടകത്തിൽ പ്രഹ്ലാദനായിട്ട് ഈ 9 വയസ്സുകാരിയെ ഫിക്സ് ചെയ്തു. അപ്പോൾ ആൺകുട്ടി അന്വേഷിച്ചാണ് നടന്നത്, കിട്ടിയില്ല. എന്നാൽ നല്ല ഡാൾഡ പോലെ ഇരിക്കുന്ന നല്ല സുന്ദരിയായ ഈ കൊച്ചിനെ കണ്ടപ്പോൾ എവളെ മതി പ്രഹ്ലാദൻ എന്നാക്കി. 4 വർഷം കലാനിലയത്തിൽ ദശാവതാരത്തിൽ എന്താ പറയുക പ്രഹ്ലാദനായി. അതിനിടയിൽ അവിടെ വെച്ച് തന്നെ ആ പെൺകുട്ടി പെണ്ണായി മാറുമല്ലോ. ശരീരത്തിൻ്റെ ഘടനയിൽ പെണ്ണായി മാറുന്ന അതുപോലും ആ ചടങ്ങ് പോലും കലാനിലയത്തിൻ്റെ സ്റ്റേജിനകത്താണ് നടന്നത്. 9-4 എന്ന് പറയുമ്പോൾ 13 വയസ്സായപ്പോൾ അവൾ പെണ്ണായി. പ്രഹ്ലാദൻ ആകാൻ പോയതിനാൽ 5ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നു. കാരണം ഈ കലാനിലയത്തിൻ്റെ നാടകം എന്ന് പറയുമ്പോൾ സ്ഥിരം നാടകവേദിയല്ലേ. 50 ദിവസം കണ്ണൂരാണെങ്കിൽ അടുത്ത 50 ദിവസം ഇടുക്കിയിലായിരിക്കും, അടുത്ത 50 ദിവസം തിരുവനന്തപുരത്തായിരിക്കും. ഇങ്ങനെ പോകുമ്പോൾ സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ കുട്ടിയാണ്. CI പോളിൻ്റെ കൂടെയും ജഗദീഷ് ശ്രീകുമാറിൻ്റെ കൂടെയും കരിക്കം മണിയുടെ കൂടെയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ കൂടെയും പൂജപ്പ രവിയുടെ കൂടെയും ഒക്കെ അഭിനയിച്ച് അഭിനയം എന്തെന്ന് പഠിച്ച കുട്ടിയായിരുന്നു. 1000-ലധികം അമച്ചർ നാടകങ്ങളിൽ നായികയായി. പ്രശസ്തമായ നാടക ട്രൂപ്പുകളിലായി ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചു. അതിനുശേഷം KPSCയിലെത്തി. അതിൽ മുടിയനായ പുത്രനും അശ്വമേധവും പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ അഭിനയിച്ചു. ഒരു ദിവസം തന്നെ 3 നാടകം അഭിനയിക്കേണ്ടി വന്ന കഥയൊക്കെ ഈ നടി എന്നോട് പറഞ്ഞു. 15ാം വയസ്സിൽ ഒരു തമിഴൻ്റെ പ്രേമത്തിൽ ചെന്ന് വീണു. വീടിന് തൊട്ടടുത്ത് താമസം ഒരു ചേരിയിലാണ് അവർ താമസിക്കുന്നത്. ചെങ്കച്ചുള്ള എന്ന് പറയുന്ന ഒരു കാലത്ത് കുപ്രസിദ്ധി നേടിയ, ഇപ്പോൾ അതൊന്നുമല്ല, നല്ല സ്റ്റൈലും കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളൊക്കെ ആയി. അവിടെ ചേരിയിൽ താമസിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു തമിഴനുമായിട്ട് കയറി കൊരുത്തു 15ാമത്തെ വയസ്സിൽ. അയാൾ KSRTCയിലെ ഉദ്യോഗസ്ഥനാണ്, നെയ്യാറ്റിൻകര ഉള്ള ഡിപ്പോയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് പ്രേമിച്ചത്. അന്ന് അയാൾക്ക് 30 വയസ്സുണ്ട്. അപ്പം നേരെ ഇരട്ടി വയസ്സുണ്ട്. അങ്ങനെ ശെൽവരാജ് എന്ന് പറഞ്ഞ തമിഴൻ പറ്റിച്ചു. 15ാമത്തെ വയസ്സിൽ അയാളെ കൂടെ ഒപ്പം ഇറങ്ങിപ്പോയി. 16ാമത്തെ വയസ്സിൽ ആദ്യ മകനായി. അത് കഴിഞ്ഞ് പിന്നെയും 2 ആൺമക്കളും കൂടെ, അങ്ങനെ 3 മക്കൾ. 1 രൂപയുടെ ജോലിക്ക് പോകാത്ത ഭർത്താവ്. അയാൾ ട്രാൻസ്പോർട്ടിൽ നിന്ന് പിരിച്ചു വിട്ടു. പൈസയുടെ എന്തോ അഴിമതി കാണിച്ച് പിരിച്ചു വിട്ട ശേഷമാണ് ഇയാൾ പ്രേമിച്ചത്. എന്നിട്ട് പറഞ്ഞു ട്രാൻസ്പോർട്ടിൽ ജോലി കിട്ടുന്നത്. അങ്ങനെ ഒരു ജോലിയും കൂലിക്കും പോകാത്ത അയാൾക്ക് കള്ള് വാങ്ങാനും ബീഡി വലിക്കാനുള്ള കാശടക്കം നൽകണം. ആര്? ഈ 15 വയസ്സുകാരിയായ അല്ലെങ്കിൽ 3 കുട്ടികളുടെ അമ്മയായ 16 വയസ്സുകാരി നൽകണം. 3 കുട്ടികളെ വളർത്തണം. രോഗ അവസ്ഥയിലെത്തിപ്പോയ അച്ഛനമ്മമാർ അവരെയും നോക്കണം. അങ്ങനെ 7 പേരുടെ ജീവിതം ഈ പറയുന്ന
എന്താ പറയുക യൗവനം വിട്ടുമാറാത്ത ആ പെൺകുട്ടിയുടെ തലയിലായി. അഭിനയിച്ച് കിട്ടുന്ന തട്ടിക്കയറി കിട്ടുന്നതെന്ന് പറയാം. ആ പൈസ കൊണ്ടായിരുന്നു കുടുംബം നടത്തിയിരുന്നത്. അവരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. KPAC സൂസി എന്ന്, അല്ലെങ്കിൽ സൂസൻ രാജ് എന്ന് പറയുന്ന, തിരുവനന്തപുരത്ത് ചെങ്കച്ചുളയിൽ ഇപ്പോഴും താമസിക്കുന്ന, അവരെക്കുറിച്ച് ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു. ഇപ്പോൾ അവർക്ക് 64 വയസ്സായി. 64-ാം വയസ്സിൽ സൂസൻ രാജ് എന്ന നടി തമ്പാനൂരിൽ അരിസ്റ്റോ ലോഡ്ജിനടുത്ത് ഹൊറൈസൻ്റെയും അരിസ്റ്റോയുടെയും ഇടയിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റാണ് ജീവിക്കുന്നത്. നമ്മളൊരു 2 എപ്പിസോഡ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിരിക്കും. അവർ അങ്ങനെ ലോട്ടറി വിറ്റിരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയും ഞാൻ അവരെ പോയി കാണുകയും ചെയ്തു. സർക്കാർ നൽകിയ ചെങ്കച്ചുളയിലെ ഒരു ഇടുങ്ങിയ മുറിയിൽ താമസിക്കുന്ന സൂസിയുടെ കഥ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ നല്ല വാർത്തയുണ്ടാക്കി. ഒരുപാട് പേര് പ്രതികരിച്ചു. വിദേശത്തു നിന്നൊക്കെ വിളിച്ചു. അവരെ കൂടെ നാടകത്തിൽ അഭിനയിച്ചിരുന്ന ഒരു നടൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്പർ തരാമോ? ഞാൻ സൂസിയായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് സൂസിക്ക് എന്താണെന്ന് വെച്ചാൽ സഹായം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. കോൺഗ്രസ്സുകാരിയായിരുന്നു സൂസി. KPACയിലെത്തിയപ്പോൾ അവർ CPI-കാരിയായി മാറി. ഹിന്ദുവായിട്ടാണ് ജനിച്ചത്. അനുഭവങ്ങൾ അവരെ പെന്തക്കോസ്തിലെത്തിച്ചു. ചെങ്കച്ചുളയിൽ വീടിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്ന ഒരു പാസ്റ്ററുണ്ട് ചെങ്കച്ചുള. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പാസ്റ്റർ, അദ്ദേഹമാണ് ഇപ്പോൾ അവരുടെ ലോക്കൽ ഗാർഡിയൻ. നല്ല മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരൻ. KPAC സൂസൻ ലോട്ടറി വിറ്റ് ജീവിക്കുന്നു എന്ന ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലെ സ്റ്റോറി കണ്ട യുവ സംവിധായകരിലൊരാളായ സുജിത്ത് S. നായർ എന്നെ വിളിച്ചു. സുജിത്തിനെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. TP ദാസൻ സ്റ്റാൻഡേർഡ് 7B എന്ന് പറഞ്ഞ ഒരു മനോഹരമായ സിനിമ ചെയ്തിരുന്നല്ലോ. മോഹൻ രാഘവൻ അകാലത്തിൽ മരിച്ചുപോയി. അപ്പോൾ TP ദാസൻ എന്ന് പറഞ്ഞ ആ സിനിമയിലാണ്, സ്റ്റാൻഡേർഡ് 7B എന്നുള്ള ആ സിനിമയിലാണ് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സുജിത്ത് തുടക്കം കുറിച്ചത്. രാജസേനൻ്റെ ഒരു സ്മോൾ ഫാമിലിക്ക് സംഭാഷണം എഴുതി സുജിത്ത്. കാശ്, ഒരു കൊറിയൻ പടം, വാക്ക്, 3 സിനിമകൾ സംവിധാനം ചെയ്തു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, മനസാക്ഷിയായിരുന്നു സുജിത്ത് എന്ന് പറയാം. അങ്ങനെ സുരാജ് നിർമ്മിച്ച ഹാസ്യരസപ്രധാനമായ 2 സീരിയലുകൾ സംവിധാനം ചെയ്തു. മൊത്തം 8 സീരിയലുകൾ സംവിധാനം ചെയ്തു. അതിൽ 2 എണ്ണം സുരാജിൻ്റേതായിരുന്നു. 65 ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും പരസ്യങ്ങളും ഒക്കെ ചെയ്ത ആളാണ് ഈ സുജിത്ത് S. നായർ. പറഞ്ഞു വരുമ്പോൾ സുജിത്ത് എൻ്റെ ഒരു ബന്ധുവാണെന്ന് സുജിത്ത് പറഞ്ഞപ്പോൾ ഞാൻ അറിയണേ. 20 വർഷം മുമ്പ് ഇന്നത്തെ പ്രശസ്തനായ കവി മുരുകൻ കാട്ടാക്കടയെ ആരും അറിയാത്ത കാലത്ത് മുരുകൻ കാട്ടാക്കട 20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കണ്ണട എന്ന് പറഞ്ഞ കവിത വീഡിയോ ആൽബമായി ചിത്രീകരിച്ചത് സുജിത്തായിരുന്നു. സുജിത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നത്. കണ്ണടയുടെ ആൽബം ചെയ്തത് സുജിത്ത്. അന്ന് ഈ യൂട്യൂബും വാട്സാപ്പ് ഫേസ്ബുക്കൊന്നും ഇല്ലല്ലോ. ആൽബത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയ അതിലഭിനയിച്ച നടി മല്ലിക പ്രതിഫലം പോലും വാങ്ങാതെയാണ് അഭിനയിച്ച ആൽബമായിരുന്നു കണ്ണട എന്ന് സുജിത്ത് പറഞ്ഞപ്പോൾ എനിക്കും അതിശയം തോന്നി. കാരണം പ്രതിഫലം പോലും വാങ്ങിയില്ല മല്ലിക ചേച്ചി. ഈ ഐഷ എന്ന് പറഞ്ഞ വയലാറിൻ്റെ കവിതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സാംബശിവൻ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഐഷ കഥാപ്രസംഗമാക്കി അവതരിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മൈലേജ് വളരെ വലുതായിരുന്നുവെന്ന് സാംബശിവൻ പറയാറുണ്ട്. അതുപോലെ തന്നെ സാംബശിവൻ കഥാപ്രസംഗം പറഞ്ഞതിലൂടെ എൻ്റെ മറ്റ് കവിതകളെക്കാൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നതാണ് ഐഷ എന്ന് വയലാറും പറയുമായിരുന്നു. അതുപോലെയാണ് ഒരു അധ്യാപകനായിരുന്ന അല്ലറ കവിതകൾ എഴുതുമായിരുന്ന മുരുകൻ കാട്ടാക്കട എന്ന് പറഞ്ഞ കവിയെ കണ്ണടയിലൂടെ എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം എന്ന് പറഞ്ഞ വളരെ അർത്ഥവത്തായ കണ്ണട എഴുതിയ മുരുകന് കേരളം മുഴുവൻ ഈ ആൽബത്തിലൂടെ വലിയ പ്രചാരമുണ്ടായി. പക്ഷേ ആ പ്രചാരത്തിൽ അത് സംവിധാനം ചെയ്തത് സുജിത്താണെന്നുള്ള തിരിച്ച് റിട്ടേൺ സുജിത്തിന് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്നെപ്പോലെ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും സുജിത്താണത് സംവിധാനം ചെയ്തതെന്ന് അറിഞ്ഞിരുന്നില്ല. സുജിത്ത് ഒരു പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നു. അംഗം അട്ടഹാസം എന്നാണ് പടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താണ് സാധനം. അംഗം അട്ടഹാസം. സുരേഷ് ഗോപിയുടെ 2ാമത്തെ മകൻ മാധവാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. സൈജു കുറുപ്പ്, നമ്മുടെ വിവാദ നായകനായ ഷൈം ടോം ചാക്കോ, മമ്മൂട്ടിയുടെ അനുജൻ ഇബ്രാഹിംകുട്ടിയുടെ മകൻ മക്ബൂൽ സൽമാൻ, അന്ന രാജൻ, പുതുമുഖം അംബിക, അലൻസീർ, MA നിഷാദ് തുടങ്ങി ഒരു പിടി അഭിനേതാക്കളെ വെച്ചാണ് അംഗം അട്ടഹാസം സുജിത്ത് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കും പോലെ ആക്ഷനും പാട്ടിനും ഡാൻസിനും ഒക്കെ സാധ്യതയുള്ള
ഒരു സിനിമ. അനിൽകുമാറും അമേരിക്കക്കാരനായ സാമുൽ മത്തായി കോ പ്രൊഡ്യൂസറുമായിട്ടാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. സുജിത് എസ് നായർ എന്നെ ഒരു ദിവസം വിളിച്ചതൊരു നല്ല കാര്യം പറയാനായിരുന്നു. അംഗം അട്ടഹാസത്തിൽ ഒരു നല്ല ക്യാരക്ടർ റോളുണ്ട് ചേട്ടാ. നമ്മുടെ ഷൈൻ ടോം ചാക്കോ ചെയ്യുന്ന കാക്ക സൈജുവിൻ്റെ അമ്മയുടെ വേഷമാണ്. കാക്ക സൈജു എന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രത്തിൻ്റെ പേര്. അയാളുടെ അമ്മയുടെ വേഷമാണ്. തല്ലും വെട്ടും കൊലയും ഒക്കെ നടക്കുന്ന ഒരുത്തൻ്റെ തല്ലിപ്പൊളിയായ അമ്മ, ബീഡി വലിയ അടക്കം എല്ലാ തല്ലിപ്പൊളിത്തനവും ഉള്ള ഒരു തള്ള. ഈ വേഷം ചേട്ടൻ്റെ പ്രോഗ്രാം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഈ വേഷം KPSC സൂസന് നൽകിയാൽ എങ്ങനെ ഉണ്ടാകും എന്നറിയാനാണ് ഞാൻ ഇപ്പോൾ ചേട്ടനെ വിളിക്കുന്നത് എന്നാണ് സുജിത്ത് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സുജിത്തെ കണ്ണടച്ചുകൊണ്ട് പറയാം, ഈ വേഷം നിങ്ങൾ അവർക്ക് കൊടുക്കുമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം മനോഹരമായി അവരാ വേഷം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. സീരിയലുകളിലോ സിനിമകളിലോ ചെറുവേഷങ്ങൾ നൽകിയാൽ ഒരു വെയിലത്തിരുന്ന് അവർ നടത്തുന്ന ലോട്ടറി കച്ചവടം അവസാനിപ്പിച്ച് KPSC സൂസൻ രാജ് അന്തസ്സായി ജീവിക്കുമെന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞത് കണ്ടിട്ടാണ് സുജിത് എസ് നായർ എന്നെ വിളിച്ചത്. ഇപ്പോൾ നമ്മുടെ ഫിലോമിന ചേച്ചി, മീനാമ്മ, സുമാരി ചേച്ചി, KPSC ലളിത തുടങ്ങിയവർ ചെയ്തിരുന്ന ജീവിതവുമായി അടുത്ത് നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ടല്ലോ. അതുപോലെ മലയാളത്തുമുള്ള വേഷങ്ങൾ ചെയ്യാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റുകളില്ല. അവിടെ KPSC സൂസനെ ഉപയോഗിക്കുകയാണെങ്കിൽ, സൂസൻ രാജിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സുജിത്തെ കണ്ണുമടച്ചുകൊണ്ട് ഞാൻ പറയുന്നു, കൊടുക്ക്, ആ വേഷം അവർക്ക് കൊടുക്ക്, ഒരു നല്ല നടിയെ സിനിമയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവരെ അതൊക്കെ സിനിമകളിൽ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് പറഞ്ഞപ്പോൾ സുജിത്തും നിർമ്മാതാവ് അനിൽകുമാറും കോ പ്രൊഡ്യൂസർ സാമുൽ മത്തായിയും കൂടി എന്നെ കാണാൻ വന്നു. അങ്ങനെ ഞാനും സനൽ തോട്ടവും ഇവരോടൊപ്പം സൂസി താമസിക്കുന്ന ചെങ്കച്ചുളയിലെ വീട്ടിൽ ചെന്നു. അത് കേട്ട മുഴുവൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് അവർ എൻ്റെ ഈശോയേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന തീർച്ചയായിട്ടും അംഗമട്ടഹാസത്തിന് ലഭിക്കും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അത്ര ആത്മാർത്ഥമായിട്ട് അവർ ഞെട്ടിപ്പോയി. ഷൈൻ ടോം ചാക്കോയുടെ അമ്മയുടെ വേഷമാണ് ശാന്തിയുള്ള ദിനേശൻ്റെ കെയർ ഓഫിൽ എന്നെ തേടി വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു വളരെ എന്താ പറയുക, കൺട്രോൾ പോയി എന്ന് പറയാം. 4 ദിവസത്തെ വർക്കേ ഉള്ളൂ. ഷൈൻ ടോം ചാക്കോയുടെ കാക്ക സൈജുവിൻ്റെ അമ്മയുടെ വേഷം എന്ന് പറഞ്ഞു. 5000 രൂപ അപ്പം തന്നെ നിർമ്മാതാക്കൾ അഡ്വാൻസായിട്ട് എടുത്ത് കൊടുത്തു. അപ്പോഴാണ് അവർ പറയുന്നത്, പാസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അവരിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പറയാം, എൻ്റെ മേളിൽ കൊണ്ടുപോയാൽ നിങ്ങൾ വേർത്ത് കുളിക്കും, കാരണം കറണ്ടില്ല, ബില്ലടയ്ക്കാത്തതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഫീസ് ഉരുക്കിക്കൊണ്ട് പോയി. അതുകൊണ്ടാണ് പാസ്റ്ററുടെ വീട്ടിൽ ഞങ്ങളെ ചെല്ലാൻ പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഈ കാശ് കൊണ്ട് കറണ്ടിൻ്റെ ബില്ലെങ്കിലും അടയ്ക്കാമല്ലോ എന്നായിരുന്നു പാവം സുസു ചേച്ചിയുടെ മറുപടി. ഇവിടെ കരിക്കകത്ത് സ്ഥിരം ഷൂട്ടിങ്ങിന് കൊടുക്കുന്ന ഒരു അമ്മച്ചിയുടെ വീടുണ്ട്. ആ വീട്ടിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക വിളക്ക് കൊളുത്തി അംഗം അട്ടഹാസം ഷൂട്ടിംഗ് ആരംഭിച്ചത്. വെളുപ്പിന് 6:30 7 മണിക്കോ ആയിരുന്നു. എന്നെ വിളിച്ചു ചെല്ലാൻ. ഞാൻ 7 മണിക്കൊക്കെ നല്ല ഉറക്കമാണ്, കാരണം 2 മണിക്ക് ശേഷമല്ലേ കിടക്കണേ. അതുകൊണ്ട് ഞാൻ പോയില്ല സ്വിച്ച് ഓണിന്. ഞാനൊരു ദിവസം ചെങ്കച്ചുള്ളിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ പോയിരുന്നു. മക്ബൂലിനെയൊക്കെ വെച്ച് എന്താ പറയുക, ഒരു ആക്രമണം പോലെ ഒരു ആക്ഷൻ സീൻ എടുക്കുമ്പോൾ ഞാനവിടെ പോയിരുന്നു. സൂസൻ രാജ് അവർ വിളിച്ച ദിവസങ്ങളിൽ പോയി അഭിനയിച്ചു. സെറ്റിലുള്ളവർ അവരോട് കാണിച്ച സ്നേഹം, ബഹുമാനം അവർ തന്നെ പറയും. ശാന്തിവിള അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി എൻ്റെ വീട്ടിൽ വന്ന്, എൻ്റെ കുടുംബം വീട്ടിൽ വന്നിട്ട് എല്ലാ ജീവചരിത്രം മുഴുവനും എടുത്തു. അത് കണ്ടിട്ടാണ് ഇപ്പോൾ എന്നെ സിനിമയിലേക്ക് എന്നെ വിളിച്ചതും. സിനിമയിൽ ഞാൻ പോയി 20 വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു വേഷം, അമ്മയുടെ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. തൃപ്തിയോടുകൂടി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതും പോയിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ചാൻസാണ് 20 വർഷത്തിന് ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂ കണ്ട് സുജിത്ത് സാറും ടീമുകളെല്ലാം കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നപ്പോൾ കറണ്ട് പോലും ഇല്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം എൻ്റെ വീട്ടിനടുത്ത് എൻ്റെ പാസ്റ്റർ പള്ളിയിലുണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി ഞങ്ങൾ സംസാരിച്ചു. എനിക്ക് ഇറങ്ങാൻ സമയത്ത് ആ കറണ്ടിൻ്റെ പൈസ അടയെന്ന് പറഞ്ഞ് 5000 രൂപ തരികയും അതിൻ്റെ പിറ്റേന്നോട്ട് എന്നെ വർക്കിന് 3 ദിവസത്തെ വർക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സ്ഥലത്ത് ചെന്നപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ ഇങ്ങ് അറ്റത്ത് ക്യാമറമാൻ തൊട്ട് ഇപ്പോൾ പ്രൊഡ്യൂസർ, ഡയറക്ടർ എല്ലാവരും എൻ്റെ അടുത്ത് വലിയ സ്നേഹമായിരുന്നു, വലിയ കാര്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. അതെനിക്ക് മറക്കാനാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
സീൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. പക്ഷെ എനിക്ക് ഉച്ചത്തിൽ വിളിക്കാൻ വയ്യാതെ ഞാൻ പതുക്കെ നിന്നൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്ക് ഡയറക്ടർ പറഞ്ഞു, ആദ്യം ഞാൻ കണ്ടത് പട്ടിക്കൂട് ബാക്കിലാണ് കണ്ടത്. അപ്പൊ അത് കണക്കാക്കിയാണ് ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സമയമായപ്പോഴത്തേക്ക് ഡയറക്ടർ പറഞ്ഞു, അമ്മ അതാ പട്ടിക്കൂട്, എൻ്റെ കയ്യിൽ നോക്കിക്കോ, ഇത് പട്ടിക്കൂടാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് എന്താണ് എന്നുള്ള ഒരു ഇത് എനിക്ക് വന്നില്ല. ഞാൻ അഭിനയിച്ച് ഞാൻ അങ്ങ് എന്തോ എനിക്ക് വല്ലാതെ, അതായത് ഞാൻ മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഞാൻ അഭിനയിച്ച് ഞാൻ താഴോട്ട് ഇങ്ങനെ അങ്ങ് വീഴാനായിട്ട് പോയപ്പോഴത്തേക്ക് ഡയറക്ടർ ഓടി വന്ന് എന്നെ പിടിച്ച് എൻ്റെ അടുത്ത് എല്ലാവരും അവിടെ നിന്ന് അതായത് ലൈറ്റ് ബോയ് വരെ ഓടി വന്ന് എൻ്റെ അടുത്ത് സഹകരിക്കുക, എൻ്റെ അടുത്ത് അമ്മ നന്നായിട്ടുണ്ടെന്ന് പറയും. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു അവാർഡ് പോലെ എനിക്ക് തോന്നി. കാരണം നല്ലൊരു വേഷം 20 വർഷത്തിന് ശേഷമാണ് നല്ലൊരു വേഷം തരികയും മനസ്തൃപ്തിയോടുകൂടി ഞാൻ അഭിനയിക്കുകയും ചെയ്തു. എല്ലാവരും എൻ്റെ അടുത്ത് വലിയ സഹകരണമായിരുന്നു. അതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി ചാൻസ് വന്നാൽ ഞാൻ പോവും. ഇത്രയും വർഷം ഞാൻ പോവാതെ ഇരുന്ന് അതിന് കാരണം ഉണ്ടായിരുന്നു. അമ്മയൊക്കെ കിടപ്പായിരുന്നു, ഭർത്താവ് മരിച്ചു, അപ്പ മരിച്ചു, അമ്മ മരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനിലാണ് പോവാതെയൊക്കെ ഇരുന്നത്. ഇനി ചാൻസ് കിട്ടിയാൽ ഞാൻ പോവും. അമ്മ വേഷമല്ല, ഇനി എന്തായിരുന്നാലും ഈ വയസ്സാം കാലത്ത് ഡാൻസ് വരെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, അവിടെ പിന്നെ ആഹാരം കൊണ്ട് തരുന്നതിനാണെങ്കിലും ഞാൻ മാറിയിരുന്നാലും അമ്മ വന്ന് ആഹാരം കഴിയെന്ന് പറഞ്ഞ് കൊണ്ട് തരികയും ചെയ്തു. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, അന്ന് ഷോട്ട് കഴിഞ്ഞ് ഒത്തിരി താമസിച്ചാണ് വീട്ടിൽ പോകേണ്ടി വന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ വിളിച്ച ആളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ആഹാരത്തിൻ്റെ തരുന്ന അദ്ദേഹം പിന്നെ ഞാൻ കാറിൽ കയറിയപ്പോഴത്തേക്ക് കൂടെ ഉള്ളവരടുത്ത് പറഞ്ഞ് അമ്മയ്ക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങ് വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഇതായിരിക്കുന്നു. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു 4-5 പേർക്ക് തിന്നേണ്ട ആഹാരം, പിന്നെ ഇറച്ചിയായിട്ടും ആംപ്ലേറ്റ് ആയിട്ടും ദോശ, എനിക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷം തോന്നി. ഞങ്ങൾ 4-5 പേര് മാത്രമല്ല, ഞാൻ അടുത്ത വീട്ടിൽ കൂടി കൊടുക്കേണ്ട ആഹാരം എനിക്ക് അവർ വാങ്ങിത്തന്ന്, അതും പോയിട്ട് ഷോട്ട് തീർന്നാൽ ഉടനെ തന്നെ എന്നെ വണ്ടിയിൽ വീട്ടിലേക്കും പൈസ കറക്റ്റായിട്ട് എനിക്ക് അപ്പോഴും എന്നെ തരും. അല്ല ഒരു തടസ്സങ്ങളോ പിന്നെ തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴും എന്നെ പൈസ തന്ന് ഞാൻ വാങ്ങിച്ചിട്ട് പോയി. ഷൈൻ ടോം ചാക്കോയുടെ അമ്മയായിട്ട് അഭിനയിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ മോനും അങ്ങനെ തന്നെയായിരുന്നു. എന്നെ പിടിച്ചു തള്ളുന്നൊരു സീനുണ്ടായിരുന്നു. ആ സീനിൽ ആദ്യം ഡമ്മയായിട്ട് നിന്ന് ഒരാൾ എന്നെ പിടിച്ചുകൂടെ കഴുത്തൊക്കെ എനിക്ക് വല്ലാതെയൊക്കെ വന്നു. അവിടെ സ്പ്രേ ഒക്കെ അടിച്ചെന്ന് ഞാൻ ഈ മോൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മതി, കഴുത്തി പിടിക്കണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നെ ഇങ്ങനെ പിടിച്ച് തള്ളുന്നൊരു സീനുണ്ട് വീട്ടിനകത്ത്. പിടിച്ച് തള്ളി കഥ അടച്ചിട്ടാണ് പട്ടിക്കൂട്ടിൽ പോകണ സീന് കാണിക്കുന്നത്. അപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളെ കൊണ്ടും എനിക്കൊരു വലിയൊരു ഭാഗ്യമാണ് ഇപ്പോഴും ഈ പിന്നെ നമ്മൾ ദിനേശും നമ്മുടെ സനലും മുഖാന്തരവും ഒക്കെ ഇങ്ങനെ കിട്ടിയതിൽ അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ശാന്തിവിളയെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കൂടെ പിന്നെ അഭിനയിച്ചിട്ടുള്ള ആളാണ്, എന്നെ അറിയാന്നുള്ള ആളാണ്. അതും പോയിട്ട് നമ്മളെ പിന്നെ കൂടുതൽ പരിചയം ഉണ്ടെങ്കിലും ഈ ചാനൽ വഴിയെ കണ്ട് എൻ്റെ ദുഃഖം മനസ്സിലാക്കി പിന്നെ ഇവിടുത്തെ സനലും അദ്ദേഹം കൂടെയാണ് വീട്ടിൽ വന്ന് കംപ്ലീറ്റ് എൻ്റെ ജീവചരിത്രം എടുക്കുകയും അത് പുറത്ത് വിടുകയും ചെയ്ത് അതിൽ നിന്നാണ് എനിക്കിപ്പോൾ ഈ ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഒരുപാട് എന്നെ സഹായിച്ചു, ഒരുപാട് പറഞ്ഞാൽ ഒരുപാട്. ഇനിയും എന്നെ സഹായിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, അദ്ദേഹവും സനലും. ഞാൻ ശാന്തിയുള്ള ദിനേശിനെ ഞാൻ നന്ദി പറയുന്നുണ്ട്, അവരുടെ കൂട്ടുകാർക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളോളം പരിചയക്കാരായിരുന്നു. എങ്കിലും എൻ്റെ ജീവചരിത്രം കണ്ട് പിന്നെ ചാനലിടുകയും അത് കണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് എനിക്ക് ചാൻസ് വന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കുടുംബത്തിനും വേണ്ടി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. ബീഡി വലി അടക്കം കഥാപാത്രത്തെ സൂസൻ രാജ് മനോഹരമാക്കി എന്നാണ് പിന്നീട് എന്നോട് സുജിത്ത് പറഞ്ഞത്. കാക്ക സൈജുവായ ഷൈൻ ടോം ചാക്കോ സൂസൻ ചെയ്യുന്ന അമ്മയെ വലിച്ചിഴയ്ക്കുന്നതും അലൻസിറെ കാക്ക സൈജു പിടിച്ചു തള്ളുന്ന സീനടക്കം ഈ സിനിമയിൽ അങ്ങനത്തെ കുറേ സീനുകളുണ്ട്.
ഈ സീനുകളൊക്കെ ഷൈൻ ടോം ചാക്കോ പൂ പോലെ ചെയ്തു എന്നാണ് എന്നോട് സംവിധായകൻ പറഞ്ഞത്. ഈ സീൻ വിശദീകരിച്ച് കൊടുത്തിട്ട് ഇതാണിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് സംവിധായകൻ പറയുമ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്, എനിക്കിതൊക്കെ ചെയ്യാൻ പേടിയാണ് ചേട്ടാ, പ്രായമായ അവർക്കൊക്കെ വേദനിക്കില്ലേ എന്നായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പേടി. അവർക്ക് വയ്യാതാവില്ലേ ചേട്ടാ എന്നാണ് ഷൈൻ ടോം ചാക്കോ ചോദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ക്രിമിനലുകളെക്കാൾ അലവലാതിയായ ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ലഹരി കൊണ്ട് പൂന്തി വിളയാടുന്ന ഒരു അലവലാതി എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ അലൻസീർ ചേട്ടനെ പിടിച്ച് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുമ്പോൾ ആ മനുഷ്യന് നോവില്ലേ ചേട്ടാ? ഈ ചേച്ചിയെ ഞാൻ അമ്മയെ വലിച്ചഴയ്ക്കുന്ന എടുക്കുമ്പോൾ അവരുടെ കൈയൊക്കെ വേദനിക്കില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മനസ്സിനുടമയാണ് നമ്മൾ അലവലാതിയായി കാണുന്ന ഷൈൻ ടോം ചാക്കോയുടേത്. തല അജിത്തിൻ്റെ ഗുഡ് ബൈ അഗ്ലി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരൊറ്റ സീനിലാണ് ഷൈൻ ടോം ചാക്കോ അഭിനയിച്ചത്. അത് കണ്ടാൽ തന്നെ അറിയാം, ഈ എന്താ പറയുക, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ നടൻ, അയാൾ വലിക്കില്ലെന്ന് ഞാൻ പറയില്ല, നല്ല വലിക്കാരനായിരിക്കാം, പക്ഷേ അയാൾ മാറി വരും, തീർച്ചയായിട്ടും മാറി വരും. അനുഭവങ്ങളിൽ നിന്ന് അയാൾ പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെപ്പറ്റി പറയുന്നത്, ഈ സുജിത്തൊക്കെ പറയുന്നത്, രാവിലെ 7 മണിക്കാണ് ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് സെറ്റിലെത്തിയിരിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു സീനിൽ പോലും കൈ കടത്തില്ലെന്നാണ് പറഞ്ഞത്. സംവിധായകൻ എന്ത് പറയുമോ അതുപോലെ ചെയ്യും, അതിനപ്പുറം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു തലവേദന ആരോടും, ഒരു നടനോടോ നടിയോടോ ഒന്നും ഒരിക്കലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാത്ത പയ്യനെന്നാണ് എന്നോട് സുജിത്ത് പറഞ്ഞത്. ഈ അംഗവട്ടഹാസത്തിൻ്റെ സെറ്റിലെ കാര്യം അയാൾ പറഞ്ഞത് അങ്ങനെയാണ്. KPSC സൂസിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരും പറയുന്നു, അയ്യോ എന്ത് നല്ല മോൻ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഷൈൻ ടോം, ഇനിയെങ്കിലും നിങ്ങളുടെ കഴിവ് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എറണാകുളത്തെ സിനിമ പ്രൊമോഷൻ എന്നതിലൊക്കെ പങ്കെടുക്കുമ്പോൾ കൂതറ അഭിമുഖങ്ങൾ ഇനിയെങ്കിലും ഷൈൻ ടോം ചാക്കോ ഒഴിവാക്കണം. കുറച്ചുകൂടി ജീവിതത്തിൽ മിതത്വം പാലിക്കണം എന്ന് ഞാൻ പറയും. മലയാള സിനിമയിൽ ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഏക ആൾ എന്ന നിലയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ കാണുന്നത്. ലഹരിയടക്കം, മാരക ആയുധങ്ങളടക്കം, കണക്കിൽപ്പെടാത്ത ലക്ഷങ്ങളടക്കം നേരിട്ട് പിടിച്ചാലും അവരെ സർക്കാർ ഗസ്റ്റിനെ പോലെ പാടിപ്പിക്കുക മാത്രമല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അടക്കം അഭിനന്ദനങ്ങൾ കൊണ്ട് ചൊരിയുന്ന നാടാണ്. കഥകിന് പുറത്ത് ചില തടിയന്മാരെ വ്യൂവേന്ദ്രൻ കൂടെ കണ്ടപ്പോൾ പേടിച്ചിട്ട്, ഉള്ളതാണോ എന്നെനിക്കറിയില്ല, പേടിച്ചിട്ട് അത് ഗുണ്ടകളാണെന്ന് ധരിച്ചിട്ട് ചാടി ഓടുന്നവനെ വലയിട്ട് പിടിച്ച് എല്ലാ ലഹരി കേസും തലയിൽ വെച്ചു കൊടുക്കുന്ന നാടായി ഇവിടെ മാറിയെന്ന് ആ ചിന്ത ഇനിയെങ്കിലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടാകണം എന്ന് ഞാൻ പറയും. എന്തായാലും കാക്ക സൈജുവിൻ്റെ അമ്മയിലൂടെ KPSC സൂസി കയ്യടി നേടും എന്നാണ് സംവിധായകൻ സുജിത്ത് അടക്കം പറയുന്നത്. ഉറപ്പാണ് കേട്ടോ, അവർ നോട്ടബിൾ ആവും എന്ന് പറയുന്നു. പറഞ്ഞ പോലെ മാന്യമായ ശമ്പളവും നല്ല ട്രീറ്റ്മെൻറ്റുമായിരുന്നു എനിക്ക് ആ സെറ്റിൽ നിന്ന് കിട്ടിയതെന്ന് എന്നോട് KPSC സൂസി അല്ലെങ്കിൽ സൂസി ചേച്ചി എന്നോട് തുറന്ന് പറഞ്ഞു. അവരുടെ സന്തോഷം കാണണം. പറഞ്ഞിരുന്ന പ്രതിഫലവും തന്നു. നല്ല ഇതായിരുന്നു. ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇത്തിരി നേരത്തെ ഞാൻ പോകാൻ നേരത്ത് ഭക്ഷണം വന്നിരുന്നില്ല. അപ്പോൾ ഞാൻ കാറിൽ കയറാൻ നേരത്ത് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആരോ ആ കാറിൽ കൂടെ ഉണ്ടായിരുന്ന മാനേജരോടോ ആരോടോ പറഞ്ഞു, ചേച്ചിക്ക് ഭക്ഷണം വാങ്ങി വേണം വിടാൻ, കൊടുത്തു വേണം വിടാനെന്ന് പറഞ്ഞു. സൂസി ചേച്ചി പറഞ്ഞത്, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അപ്പുറത്തെ മുറിയിലും മകനും ഭാര്യയും താമസമുണ്ട്. ഒരു 5 പേർക്ക് കഴിക്കാനുള്ള വില കൂടിയ ഭക്ഷണം വാങ്ങി, എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി ഒരു കവറിലാക്കി ചേച്ചി കാറിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇതാ ചേച്ചി അങ്ങനെ ഭക്ഷണം വരെ കൊടുത്തയച്ചു എന്നാണ് ചേച്ചി പറയുന്നത്. എന്തായാലും പറഞ്ഞ പോലെ മാന്യമായ ശമ്പളവും നല്ല ട്രീറ്റ്മെൻറ്റ് നൽകിയ സുജിത്തിനും ഒരു നല്ല നമസ്കാരം. സീരിയലുകാരും സിനിമാക്കാരും ഒക്കെ സൂസൻ രാജ് എന്ന KPSC സൂസിയെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് ഒരുപാട് സീരിയൽ നടക്കുന്നതല്ലേ, അവർക്ക് ഒരു ദിവസം 2000-3000 രൂപ ദിവസ ശമ്പളം കൊടുത്തിട്ട് ഒരു ദിവസം വന്നാൽ 3000 രൂപ ചേച്ചി എന്നൊന്ന് വിളിച്ചുകൊണ്ട് പോയാൽ പയറ് പോലെ അവർ ചെയ്യും ക്യാരക്ടറുകൾ. ഹോട്ടൽ റൂമൊന്നും കൊടുക്കുകയും വേണ്ട, വൈകുന്നേരം 9 മണിക്ക് ഷൂട്ടിംഗ് കഴിയുമ്പോൾ അവരെ വീട്ടിൽ ചെങ്കച്ചുള്ളി കൊണ്ടാക്കിയാൽ മതി. അത് സീരിയലുകാർ എല്ലാവരും സിനിമാക്കാരും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. കലർപ്പില്ലാത്ത ഒരു കലാകാരി ഒരു വെയിലിൽ ലോട്ടറി വെറ്റ് ജീവിത അവസാനത്തിൽ അവരുടെ പ്രായമായി 64 വയസ്സായി. അങ്ങനെ ആ പ്രായമായ സ്ത്രീ, ഒരു കലാകാരിയായിരുന്ന സ്ത്രീ, നല്ല പ്രായം മുഴുവൻ സ്റ്റേജിൽ കളിച്ച് കുടുംബം പൊറ്റിയ ഒരു സ്ത്രീ ലോട്ടറി വിറ്റല്ല ജീവിക്കേണ്ടത്. അത് മലയാളിക്ക് നാണക്കേടാണ്, മലയാളിക്ക് പാപം കിട്ടും എന്ന് ഞാൻ പറയും. ഞാനൊരു കാര്യം ഉറപ്പാണ്, ഞാൻ ഒരു സിനിമയോ സീരിയലോ ചെയ്യാൻ എനിക്ക് ഒരു അവസരം വന്ന് പെടുകയാണെങ്കിൽ
തീർച്ചയായിട്ടും സൂസി ചേച്ചി ത്രൂ ഔട്ട് വരുന്നൊരു കഥാപാത്രം ചെയ്യിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും റേഞ്ചുള്ളൊരു കലാകാരിയാണ്. അവർ ലോട്ടറി വിറ്റ് ജീവിക്കേണ്ടവരല്ല. എന്തായാലും നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിലെ ഒരു സ്റ്റോറിയിലൂടെ ചേച്ചിക്ക് അഭിനയ ലോകത്ത് ഒരു റീബർത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അവസരം കാക്ക സജുവിൻ്റെ അമ്മയാവാൻ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കയുടെ അമ്മയാവാനുള്ളൊരു വേഷം കൊടുത്ത സുജിത് നായർക്കും അംഗം അട്ടഹാസത്തിൻ്റെ പ്രൊഡ്യൂസർമാർക്കും അതിൻ്റെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ ഒരു സ്പേസ് സൂസി ചേച്ചിക്ക് ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.